ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് കർക്കിടക സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് മഞ്ഞൾ കുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വയറിലെ അസുഖങ്ങൾക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ കുറുക്ക്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പ്രത്യേകിച്ച് അസുഖങ്ങളുടെ കാലമാണ്, അപ്പോൾ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു കുറുക്കാണിത്. തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾ പോലും ഒരു മടിയും ഇല്ലാതെ കഴിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. കുടമഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കുടമഞ്ഞൾ അങ്ങാടി കടകളിലേക്ക് കിട്ടുള്ളൂ. പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുടമഞ്ഞൾ കിട്ടാൻ വലിയ പാടായിരിക്കും. അപ്പോൾ പച്ചമഞ്ഞളായാലും മതി. പച്ചമഞ്ഞളാണെങ്കിൽ എല്ലായിടത്തും കിട്ടും, ലുലുലൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി 100 ഗ്രാം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ തോലൊന്നും ചെത്തിയെടുക്കണ്ട, നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. ഒരു ചകിരിയോ സ്ക്രബ്ബറോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇത് അരിഞ്ഞിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കണ്ട, നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്താൽ മാത്രം മതി. കുടമഞ്ഞളാവുമ്പോൾ നല്ല കട്ടിയാണ്, അപ്പോൾ പെട്ടെന്നൊന്നും അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. മഞ്ഞൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് മാറും. നന്നായിട്ട് വേവിച്ചെടുക്കുക. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് 1-ാം പാൽ തയ്യാറാക്കി എടുക്കുക. 2 കപ്പ് വെള്ളം ചേർത്തിട്ട് 2-ാം പാലും തയ്യാറാക്കി എടുക്കുക. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മഞ്ഞൾ വേവിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം കൂടിപ്പോവാതെ അരച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കലക്കി ഡയറക്റ്റ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചമ്പാ പച്ചരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന കളർ പൊടിയാണ്. ഇപ്പോൾ ചുവപ്പില്ലെങ്കിൽ വെള്ള ചേർത്താലും മതി. പക്ഷെ നമുക്കറിയാം തവിടുള്ളതിനാണ് വൈറ്റമിൻസ് കൂടുതൽ, അപ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചു വരണം. ആദ്യമൊക്കെ തീ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഒന്ന് കുറുകി വരുമ്പോഴേക്ക് തീ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. നീളമുള്ള തവി ഇട്ടിട്ട് ദൂരെ മാറി നിന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിടുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കരിപ്പൊട്ടി ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 300 ഗ്രാം കരിപ്പൊട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. കരിപ്പൊട്ടി ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി. പക്ഷെ നമ്മൾ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും കരിപ്പൊട്ടിയാണ് ചേർക്കാറ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വരണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1-ാം പാലാണ് ചേർക്കുന്നത്. ഇതും ഒന്ന് തിളച്ചു വരണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് കുറുക്കിൻ്റെ പരുവമാവുന്നവരെ ഇളക്കിയെടുക്കണം. മഞ്ഞൾക്കുറുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടകത്തിൽ മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി കഴിക്കണമെന്ന്. വൈറ്റമിൻ സി ഒരുപാടുണ്ട് മഞ്ഞളിൽ. വയറിലെ അസുഖങ്ങളെല്ലാം മാറും. വിരശല്യം ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കും ഇത് കൊടുക്കാറുണ്ട്. ഡെലിവറി കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന കുറുക്കുകളിൽ ഒന്നാണിത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറുക്ക് തയ്യാറാക്കുമ്പോൾ 1/2 ടീസ്പൂൺ അയമോദകം നമ്മൾ മഞ്ഞൾ വേവിച്ചതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അയമോദകം ചേർക്കേണ്ട കാര്യമില്ല. അയമോദകം വയറ് വൃത്തിയാവാൻ ഏറ്റവും നല്ലതാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഈ മഞ്ഞളിൻ്റെ കയ്പ്പ് ടേസ്റ്റ് എല്ലാം മാറും. കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾ വരെ ഒരു മടിയും ഇല്ലാതെ കഴിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന ആ പാകമില്ലേ, അതാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റി വരും.
ഇപ്പോൾ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട വേറെ മരുന്നുകളുടെയും കുറുക്കുകളുടെയും റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറുക്കും മരുന്നുണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.